ഹലോ ഗായ്സ്, അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. ചപ്പാത്തിക്കായാലും ചോറിനായാലും നെയ്ച്ചോറിനായാലും തേങ്ങാ ചോറിനായാലും അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല പൊരിച്ച ഉള്ളീൻ്റെ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊരിച്ച കോയിൻ്റെ അല്ലേ, പൊരിച്ച ഉള്ളീൻ്റെ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു 8 സവാള മീഡിയം സൈസാണ്. വലിയ ഇതാണെങ്കിൽ 6 സവാള മതി കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കുക, ചെറുതാക്കി കട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് വേണ്ടിയത് ഈ ഉള്ളി പൊരിച്ചെടുക്കലാണ്. അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് ഉള്ളി പൊരിക്കാനുള്ള ഏകദേശം 1 കപ്പിൻ്റെ മേലെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉള്ളി നല്ലപോലെ പൊരിഞ്ഞ് തരണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ചധികം ഉള്ളിയില്ലേ, അപ്പോൾ അതെല്ലാം നല്ല പോലെ എന്ത് പണിയെടുക്കുക, ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ പൊരിച്ചെടുക്കണം. ഈ സമയം ഇത് പൊരിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പണിയെടുക്കുക, ഒരു വെളുത്തുള്ളിയും ചെറിയ പീസ് 1 ഇഞ്ചിയും പിന്നെ 3 പച്ചമുളകും. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഒരു കൂടെടുക്കുന്നത്. ഇപ്പോൾ ചെറുതാണെങ്കിൽ 1.5 കൂട് വരെ വെളുത്തുള്ളിയാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ ഉള്ളി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം നല്ലോണം മൊരിച്ചെടുക്കണം. അപ്പോൾ കളറ് മാറുന്നുണ്ട്, നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണേ. ഇതാ ഈ ഒരു കളറായ പിന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് വേഗം തന്നെ കറുത്തു പോകും. അപ്പോൾ നമ്മുടെ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയാൽ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നതിന് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മുടെ സവാളേനെ നല്ല പോലെ ഒന്ന് മൊരിച്ച്, അതായത് ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്നും ഇത് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ സവാളയും നമുക്ക് എന്താണ് എടുക്കാം, പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ബാക്കിയുള്ളതും കൂടി ഫുള്ളായിട്ട് ഇതിൽ പൊരിച്ചെടുക്കണേ. പിന്നെ നമുക്ക് വേണ്ടിയത് 3 തക്കാളിയാണ്. 3 തക്കാളി എന്ന് പറഞ്ഞാൽ 1 വലുത് 2 ചെറുതുമാണ്. പിന്നെ നമുക്ക് എന്താണ് എടുക്കുക, ഈ സവാളയെല്ലാം നല്ലോണം പൊരിച്ച് കോരി മാറ്റി വെച്ചാൽ അതിലേക്ക് നമ്മളെ 750 ഗ്രാം ചിക്കന് നമുക്ക് എന്താണ് എടുക്കുക, നമ്മളെ എണ്ണ പൊരിച്ചെടുത്ത എണ്ണയിൽ, ഉള്ളി പൊരിച്ച എണ്ണയിലേക്ക് ചിക്കനും പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ സവാള പൊരിച്ചതും കട്ട് ചെയ്ത തക്കാളിയും 1.5 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്. അത് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിനെടുത്താൽ ഏകദേശം അത് 2-2.5 സ്പൂൺ വരെ ഉണ്ടാവും. അതും പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഇതില്ലേ ഗരം മസാലപ്പൊടി, അത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്. അത് ഏകദേശം 1 സ്പൂണിൻ്റെ അരിയത്ത് അതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഇടണേ. എന്നിട്ട് നല്ലോണം ഈ എണ്ണയിലിട്ട് നമുക്ക് ഈ ചിക്കനെ കുക്ക് ചെയ്തെടുക്കുക. അതായത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഈ എണ്ണയിൽ തന്നെ കിടന്നിട്ട് നമ്മുടെ ഈ ഉള്ളിയിലും തക്കാളിയിലെല്ലാം കിടന്നിട്ട് നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്ത് വരണം. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇളക്കി അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഈ വെള്ളം ചെറുതായിട്ട് ഊറൂല്ലേ, ഇങ്ങനെ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരുന്നേരം നമുക്ക് എന്തെങ്കിലും എടുക്കാം. വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കി ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് പിന്നെ നമുക്ക് നമ്മളെ വാട്ടിക്കുക എന്ന് വിചാരിച്ച് ഇത് കഴിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇത് മറന്നു പോകരുത്, കാരണം ഇത് കരിഞ്ഞു. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് കുക്ക് ചെയ്ത് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരില്ലേ, ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് എന്താ എടുക്കാം, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ്, അതായത് 1 പിടി മല്ലിച്ചപ്പാണ്. 1 പിടി മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വരും കേട്ടോ. അപ്പം നമ്മുടെ ഇന്ന് ഞാനിവിടെ ഇരുത്തിയിരിക്കുന്നത് നമ്മളെ തേങ്ങാച്ചോറും ചിക്കൻ റോസ്റ്റാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം മസ്റ്റ് ട്രൈ ആണ്.